ഇന്ന് നമ്മൾ ഇവിടെ ഒരു മരുഭൂമിയിലൊരു ടെൻറ്റ് എടുത്തിട്ടുണ്ട്. ആ ടെൻറ്റിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആക്ച്വലി ഭയങ്കരമായിട്ട് എന്നെ വിസ്മയിപ്പിച്ച ഒരു സംഭവം ആട്ടോ ഇത്. ഇവിടെ എല്ലാം ഉണ്ട്. ഈ ടെൻറ്റിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഇരിക്കാനുള്ള ചെറിയൊരു സിറ്റിംഗ് റൂമെന്നോ ലിവിങ് റൂമോ ഒക്കെ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണത്. കഴിക്കാൻ ഭക്ഷണം ഗ്രില്ല് ചെയ്യാനുള്ള ഒരു കിച്ചണുണ്ട്. അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഇതുപോലെ സൗകര്യമുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലുകൾ, സ്ലൈഡേഴ്സ്, അതുപോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസിന് പറ്റുന്ന സംഭവങ്ങളുണ്ട്. നമുക്ക് വോളിബോൾ കളിക്കാം, ഫുട്ബോൾ കളിക്കാം, മ്യൂസിക്കിനുള്ള വേറൊരു ഹട്ട് പോലത്തെ ഒരു ഏരിയയാണ് ഇത്. ഇരിക്കാനും ഇവിടെ ഇരിക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ പുറത്ത് ആ നെറ്റ് ഇട്ട് കാണുന്ന സംഭവം ഒന്ന്, അങ്ങനെ എല്ലാത്തിനും പറ്റുന്ന ഒരു കിടിലൻ കാഴ്ചയായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒരു ടെൻറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളെല്ലാം കമ്പനി ഭാഗം എല്ലാവരും ഇവിടെ കൂടിയിട്ട് ഒരു ദിവസമാണിത്. മരുഭൂമിയിൽ തണുത്ത രാത്രിയിൽ ഇവിടെയാണ് കഴിക്കുന്നത്. അപ്പം ഹുക്കയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹുക്ക സെറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. ഹുക്കാന്നോ സീഷ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ ഈ സാധനത്തിനെ. അപ്പോൾ ആദ്യം ഒരെണ്ണ കൊണ്ടുവന്ന് അതിന് ശേഷം 2-3 വന്നിട്ടുണ്ട്. ഒരെണ്ണം തികയാത്ത സിറ്റുവേഷൻ എടുക്കാൻ 30 പേരുണ്ട് എല്ലാവരും കൂടെ. അപ്പോൾ എല്ലാവരും ഒരെണ്ണം ആവേശത്തോട് കൂടിയിട്ട് ആർക്ക് വലിക്കണം എന്നൊക്കെ ആലോചിച്ച് ഓരോരുത്തർ മാറി ഓരോ പഫൊക്കെ ഇട്ട് വലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ സീഷ. ഇതത്ര ഹാംഫുൾ ഒന്നുമല്ല കേട്ടോ. അങ്ങനെ കമ്പനിയുടെ ചെറിയൊരു ബാനറും കാര്യങ്ങളൊക്കെ വന്നു. എല്ലാവരും സെറ്റായി, എല്ലാവരും എത്തി തുടങ്ങി കേട്ടോ. കമ്പനി എല്ലാവരും ഉണ്ട്. അപ്പം രതിചേട്ടൻ എന്ത് ചെയ്തു, നമ്മളെ ഒപ്പം ബാക്കിയുള്ള സീഷ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള ഫുഡിനുള്ള കനൽ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം കനൽ വേണം, കാരണം ഇത്ര പേർക്കുള്ള ഒരു ഭക്ഷണം വേണ്ടേ. അപ്പോൾ മ്യൂസിക്കും പാട്ടും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സെറ്റായി ഉണർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. നല്ല മസാല പുരട്ടി ചിക്കൻ നമുക്ക് ലുലുന്നൊക്കെ കിട്ടും. ആ സാധനമാണിത്. അത് മേടിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ഇട്ടിട്ട് നമ്മളുടേതായ മസാല ഒന്നുമില്ല, കാരണം ഇത്ര നേരത്തെ ഇതെല്ലാം കൂടെ സെറ്റാക്കാൻ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണല്ലോ. ഇപ്പൊ ഒരു കുടക്കീഴിലേക്ക് നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിന് നമ്മുടെ ഒക്കെ തന്നെ കഠിനാധ്വാനം എല്ലാവരിലും ഉണ്ട്. 3 ഗ്രൂപ്പിന്റെ ഭാഗം അല്ല 3 കമ്പനിയുടെ ഭാഗമായിട്ടുള്ള കുറെ ആൾക്കാർ ഫവാസെ ഓടുക കമ്മിറ്റി പ്രസിഡന്റ് എന്തൊക്കെയോ പറയുന്നുണ്ട്, അത്രയൊന്നും വേണ്ട. ഓക്കെ, നമ്മുടെ കണ്ണീർ പാടം കൊയ്യും നേരം റബ്ബേ എന്നൊരു തേങ്ങൽ വെണ്ണീറാവും കൽവം കൊണ്ട് വന്നേ ഞാനീരാവിൽ ചെമ്പകപ്പൂ തേനിതളതരം ചന്ദിര സുന്ദര പൂമുഖമതൃപ്പം ഗസലുകൾ തൻ പൊന്നളിഞ്ഞാലയിൽ ആടുന്നു സുലൈഖവേ മുഞ്ചായ മുഞ്ചുകൾ കതിലം കഞ്ചകമേറിയ യൂസുഫ് നബിയിൽ ചഞ്ചല പൂമിഴിവണ്ടിനൊളി കൊണ്ട് സുലൈഖവി വലയെറിഞ്ഞേ മുഞ്ചായ മുഞ്ചുകൾ കകിലം കഞ്ചകമേറിയ യൂസുഫ് നബിയിൽ ചഞ്ചല പൂമിഴിവണ്ടിനൊളി കൊണ്ട് സുലൈഖവി വലയെറിഞ്ഞേ देख लो मिट गई दूरिया मैं यहाँ हूँ देख लो मिट गई दूरिया मैं यहाँ हूँ രാമായണക്കാത്തെ എന്നീ
കാത്തേ രാമായണ കാത്തേ നീലാംബരി കാത്തേ തങ്കനൂൽ നെയ്യും ഈ സന്ധ്യയിൽ കുങ്കുമം കയ്യും ഈ വേളയിൽ രാഗബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ രാമായണ കാത്തേ നീലാംബരി കാത്തേ മണിമാല പൊൻകഴുത്തക്ക് പൊരുത്തമിടി അമ്മൂറ് മീനാക്ഷി പാർത്താലും അവർ കണ്ണുക്ക് വരുത്തമിടി അമ്മൂറ് മീനാക്ഷി പാർത്താലും അവർ കണ്ണുക്ക് വരുത്തമിടി ചിന്നാട പട്ടിയിലെ കണ്ണാക്കി എടുത്ത് കയ്യാലെ കണ്ടിവിടവാ എന്നത്തെ കുന്നത്തെ കുന്നത്തെ അടിറക്കമ്മാ കൊത്തോട് മുത്ത് തരുവാ. Second, next division में किस जाना है? അല്ലല്ല കറക്റ്റാ കറക്റ്റാ. Wait. ഒരാളിറങ്ങി. വലിയ ആവേശകരമായ കമ്പോളെ എന്താണ് ഞാൻ അപ്പുറം സൈഡ് മാറ്. അങ്ങോട്ട് വെച്ചോട്ടെ. അല്ല പോലെ വലിക്കേ അല്ലേ. എന്താണ് നമ്മളെന്താ അവസ്ഥ എന്തായി? ഇല്ല ഒന്നും ആയിട്ടൊന്നുമില്ല. ഈ കുറവാണല്ലേ? കനലില്ല കേട്ടോ, കനലില്ല. അടുത്ത സെക്ഷനിൽ പുതിയ കണ്ണിലിടണം, അല്ല ഞാൻ ആവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ചെക്കെ കൂക്കിക്കോളി. ഫുട്ബോൾ കണ്ടങ്ങളെ, ഫുട്ബോൾ കണ്ടോ? കളിക്കണ്ടോ? ആ വലിക്കേ, പോട്ടെ 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 കഴിഞ്ഞു പോട്ടെ പോട്ടെ പിടിക്കേ കറക്റ്റ്. ആ പോട്ടെ ഞാൻ പറഞ്ഞില്ലേ. നോക്കി ആ വലിക്കേ, കിട്ടും പോട്ടെ. ആ ഞാൻ പറഞ്ഞു ഞങ്ങൾ
ഇനി ഭക്ഷണം കഴിച്ചിട്ട് മുട്ട ഫവാസ് പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ദിസ് ഈസ് ഫുഡ് ടൈം. ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ ചിക്കൻ മസാല, ബീഫിൻ്റെ ഐറ്റംസ്, ഫ്രൈ ചെയ്ത ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് വൈസ് ഈസ് അമേസിങ്. നമ്മൾ കൊണ്ടുവന്ന കേട്ടോ, ഇത് റെസ്റ്റോറൻ്റ് എന്നറിയില്ല, പക്ഷേ കിട്ടില്ല ഫുഡായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ പാട്ടും കൂത്തും എല്ലാം കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നല്ലവിടെ പാടുന്നുണ്ട്. സമയം ഇപ്പോൾ 1:45 കഴിഞ്ഞു, 2 മണിയാവാറായിട്ട് പുലർച്ചെ. അങ്ങനെ നല്ല രസമുള്ളൊരു പാർട്ടിയായിരുന്നു. ഈ തണുപ്പായതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പം എല്ലാവരോടും ഞങ്ങളുടെ ഭാഗം എല്ലാവരും എന്താ പറയുക, ഒരു താങ്ക്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇതുപോലത്തെ അറബിയൻ സഫാരികളായിട്ട് വീണ്ടും കുറേ വീഡിയോ വരുന്നുണ്ട്.